പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതീയരെ സഹായിച്ചു. അദ്ദേഹമാണോ യുദ്ധം നിർത്തി നമ്മെ രക്ഷിച്ചത്? ഇന്ത്യ പാകിസ്ഥാൻ ക്രൈസിസ് തടയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കൾ ഈ ഗുരുതരമായ സാഹചര്യം മനസ്സിലാക്കിയതിൽ വിവേകം കാണിച്ചു. ഞങ്ങൾ വളരെയധികം സഹായിച്ചു, പ്രത്യേകിച്ച് വ്യാപാരത്തിന്റെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ നിങ്ങളുമായി വലിയ വ്യാപാരം നടത്താൻ തയ്യാറാണ്. യുദ്ധം നിർത്തുക. നിങ്ങൾ യുദ്ധം നിർത്തിയാൽ ഞങ്ങൾ വ്യാപാരം ചെയ്യും. നിർത്തിയില്ലെങ്കിൽ ഒരു വ്യാപാരവുമില്ല. ഇതുവരെ ആരും ഇങ്ങനെ വ്യാപാരം ഉപയോഗിച്ചിട്ടില്ല. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം നിർത്താൻ തീരുമാനിച്ചു. ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നതിലെ സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. വ്യാപാരത്തിന്റെ യഥാർത്ഥ അളവ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്കയാണ്. വാർഷികം $130 ബില്യൺ വ്യാപാരം നടക്കുന്നു. 2024 ഇന്ത്യയും അമേരിക്കയും തമ്മിൽ $129 ബില്യൺ മൂല്യത്തിലുള്ള സാധനങ്ങൾ കൈമാറി. 2025 ആരംഭത്തിൽ ഇത് 131.84 ബില്യനായി ഉയർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്ക് $41 ബില്യൺ വ്യാപാര സർപ്ലസ് ഉണ്ട്. ഇറക്കുമതിയേക്കാൾ കയറ്റുമതി കൂടുതലാണ്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതികൾ ഇലക്ട്രോണിക്സ് യന്ത്ര സാമഗ്രികൾ $12 ബില്യൺ ജനറിക് മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഫാർമസ്യൂട്ടിക്കൽസ് $8.7 ബില്യൺ വജ്രങ്ങളും ആഭരണങ്ങളും $9 ബില്യൺ, ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ $5.5 ബില്യൺ. കൂടാതെ വലിയ തോതിൽ ചെമ്മീൻ, വാഹനങ്ങൾ, ശുദ്ധീകരിച്ച പെട്രോളിയം എന്നിവയും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു. വ്യാപാരത്തിന്റെ ഭാവി പ്രതീക്ഷകൾ. 2030 $500 ബില്യൺ വ്യാപാരം ലക്ഷ്യമിടുന്നു. അതായത് 42,500 കോടി രൂപ. മുകളിൽ പറയുന്ന കണക്കുകൾ വെച്ച് നമുക്ക് അനുമാനിക്കാം എന്താണ് സത്യാവസ്ഥ. നമസ്കാരം.